ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേ ദിവസമായിട്ട് ഞാൻ ലോങ്ങായിട്ട് വീഡിയോ വന്നിട്ട്. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ മദ്രസയൊക്കെ പോയി. ചെറിയൊരു മഴ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ചാറിക്കാണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ മുളക് തൈൻ്റെയും പപ്പായൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ടോ. വെറുതെ കാണാനൊരു ഭംഗിയാണല്ലോ മഴ പെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഏതായാലും നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഞാൻ കുക്കറിൽ തീമിട്ടു കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് തന്നെ വേഗം കടിയും ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ പൈപ്പ് ചെറിയൊരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലക്കാനുള്ള വെള്ളം തിരിച്ചിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ ആവുള്ളൂ. പിന്നെ അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. എൻ്റെ മോൻ്റെ EVSലുള്ളൊരു പരീക്ഷണം ആണ് കേട്ടത്. ചെറുപയർ മുളപ്പിക്കുക, നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് അങ്ങനെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോയി നോക്കിട്ടോ. പിന്നെ ഞാൻ അപ്പോഴേക്കും നമ്മൾ ഗ്രീൻ പീസ് വേവായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ വേഗം തൂമ്പിച്ച് കഴിഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ വെള്ളം തിരിച്ച് അവിടെ പോയി നോക്കിയിട്ട് അതിൽ നിറഞ്ഞപ്പോൾ ഞാനത് വേറെ ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ നിന്നപ്പോൾ നമ്മളെ മുറ്റത്ത് നിന്നപ്പോൾ ഈ അകമ്പ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഈ മഴ പെയ്താൽ നല്ല പച്ച കളറായിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു കൊക്ക ഉണ്ടായിട്ട് പണ്ടൊക്കെ ഇങ്ങനെ കളിക്കായിരുന്നു സ്കൂളിൽ പോകുമ്പോഴൊക്കെ. അതിങ്ങനെ ഉണ്ടോ നോക്കിയാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഇതിലായിട്ടില്ല. അതിൻ്റെ നാരുകളൊക്കെ കാണാനുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ലാഭമായിരിക്കും. നല്ല മഴ പെയ്യുമ്പോഴാണല്ലോ അതാവുക. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മളെ അടുക്കളയിലത്തെ ഗിൽസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചിലന്തി വല കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുറന്നപ്പോഴാണ് ഇയാളെ കണ്ടത് കേട്ടോ. അയാൾ നമ്മളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾക്ക് എന്നാലും ചെറിയൊരു പേടിയാണല്ലോ ഇറങ്ങാൻ. അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി. പിന്നെ അത് പോയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ മക്കൾക്ക് സോയാബീനും ദോശയും ചായയും മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് ചോറ് വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് രാത്രിക്കൊക്കെ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.